എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ പുതിയതായിട്ട് ഇറങ്ങിയ വർക്ക്ഷോപ്പിലാണ്. ഇവിടെ പുതിയൊരു കട്ടളയുടെ പണി തുടങ്ങുക. അന്നേരം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതാണ് വർക്ക്ഷോപ്പിനകം. ഇത് സാധനങ്ങളൊക്കെ പറക്കി വെക്കാനുള്ള തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉളിയും മിഷ്യനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ അണ്ണനെ വരച്ചോണ്ടിരിക്കുകയാണ്. തേക്കിന്റെ കട്ടളയാ. ഇതിനകത്ത് കൊത്തുപണികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ആളുണ്ട് പണിക്ക്. ഇവിടെ ഓം ശ്രീരാജ് വിശ്വബ്രഹ്മണ്യ നമഃ. ഞാൻ ആചാര്യ അജയൻ മംഗലത്തിൽ നോക്കാറ്. നമ്മൾ വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ സംസ്ഥാന കോർഡിനേറ്ററും വിശ്വകർമ്മ ആചാര്യനുമാണ്. ഷീനു എന്റെ അളിയൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഈ ചടങ്ങിൽ എന്നെ വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. മരണകർമ്മമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തൃശ്ശൂരൊക്കെ പോയിക്കുമായിരുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു പണി ഞാൻ കണ്ടതിൽ വളരെ സന്തോഷം. ഇനി ഒരുപാട് പണികൾ ഇതുപോലെ അഭിവൃദ്ധിക്കാണ് സർവേശ്വരൻ ലോകസൃഷ്ടാവായ വിശ്വകർമ്മ പരമാത്മാവിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ വർക്കം കണ്ടിട്ട് എന്താ പറയുന്നത്? വളരെ സന്തോഷം. കാരണം ഞാൻ പണി നിർത്തിയിട്ട് 6 വർഷമായി. കൂടെ തൊട്ടിട്ട് 22 വർഷം പണിയും അത് കഴിഞ്ഞ് പൂജയും കാര്യങ്ങളാണ്. ആ പൂജയിൽ തന്നെ ഒരു 5 വർഷത്തോളം പൂജയും പണികളും ചെയ്തായിരുന്നു. പിന്നെ അത് നടക്കാതെ വന്നപ്പോഴാണ് പിന്നെ പണി നിർത്തി വെച്ചത്. പിന്നെ ഇവിടെ ഇതുവരെ തുടങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ടൂറിസ്റ്റ് തൊട്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ ഈ പണികളും കാര്യങ്ങളും കാണുമ്പോൾ ഇത് വളരെ അഭിവൃദ്ധിയോട് പോട്ടെ. സർവീസിനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ വലിയൊരു വീക്ക്നെസ് ആണ് തേക്കത്തടി. വർഷങ്ങളോളം തേക്കത്തടി എന്ന് പറയാം. അപ്പം അതിന് മണം ഭയങ്കര സംഭവമാണ്. അല്ലാതെ പേരും പ്രശസ്തിയും പറട്ടെ. നമ്മുടെ വിശ്വകർമ്മ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ മക്കളല്ലേ. ആ ഒരു പരമ്പര അതെന്നും നിലനിർത്തിക്കൊണ്ട് പോവുക. ഏതവസ്ഥയിലായാലും ജ്യോതിഷത്തിലായാലും നമ്മൾ ചെയ്യുന്ന ആ ഒരു ഫീൽഡിൽ ഏറ്റവും അഗ്രഹനായിരിക്കണം. ആകുമല്ലോ അന്ന് ചെയ്യുന്ന അതാണ്. ഋഷിവിജയമാണ് നമ്മളേത്. അപ്പം ഈ പണ്ടുള്ളവർ പറയും ഉള്ളി കയ്യിലെടുക്കുമ്പോൾ സംഗീതമായിട്ട് സരിഗമപദനം അതുപോലെ തന്നെ വരുന്ന അവർക്ക് പഠിക്കുന്ന കാര്യമില്ല. കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ വിശ്വകർമ്മനെ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും. മറ്റുള്ളവർ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. വിശ്വകർമ്മൻ ഒരിക്കലും അതിന് ആവശ്യമില്ല. അപ്പൊ ഋഷിവിജയമാണ്. അപ്പൊ അത് ആ ഒരു കാര്യം നിലനിർത്തി നമുക്കെതിരെ ഒരു അവസ്ഥ വരുന്ന അതിൽ എല്ലാവരും പങ്കെടുക്കണം. നമുക്കിപ്പോ പണ്ട് ഞാൻ പറഞ്ഞില്ലേ കരുതലിന്റെ ആ പ്രശ്നം അതെല്ലാം നമ്മള് മിനിഞ്ഞാണ് അതിന്റെ മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ നമുക്ക് സംഭവിക്കാം. ആ സമയം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ ഐക്യമില്ലായ്മയാണല്ലോ വിശ്വകർമ്മയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്. ആചാര്യസമിതി കൂടെ എല്ലാവരും ഒന്നിച്ചത്. എല്ലാവരും പ്രതീക്ഷയാണ് ആചാര്യസമിതി. അതിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആകുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പൊ ആ ആചാര്യനായതുകൊണ്ടാണ് അവർ അങ്ങനെ ആക്കിയത്. അപ്പം കേരളത്തിന്റെ പല ഭാഗത്തും പോകുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ജില്ലയും 14 ജില്ലയിൽ പോകുന്ന ആളാണ്. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പം ഒരുപാട് പണിക്ക് കുറവാണ്. നമ്മുടെ പണികളെല്ലാം പോയി യോജന പണിയില്ല ഹിന്ദിക്കാരുടെ മറ്റുള്ളവർക്കുണ്ട്. നമുക്ക് മാത്രം ഇല്ലാന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ വരാതെ വളരെ വളരെ നല്ല രീതിയിൽ നടക്കട്ടെ. അതെപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. ഞാനെപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടും നിൽക്കുന്നത്. അപ്പം ഈശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലായിടത്തും പോകുന്നതല്ലേ. നമ്മുടെ വിശ്വകർമ്മ എല്ലാ ഭാഗത്തും കേരളത്തിന്റെ എല്ലാ ജില്ലയിലും പോകുന്നു. എല്ലാവരുടെ നമ്മൾ ഈ സമരം തുടങ്ങി എനിക്ക് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറയാൻ പറ്റിയിട്ടില്ല. ഇങ്ങനൊരു സംഭവം തുടങ്ങി ഞാനൊരു ഇതിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുക്കാം. എന്റെ ഫേസ്ബുക്ക് പേജ് ഒരുപാട് ആൾക്കാർ കാണാൻ. അപ്പൊ അതിനകത്ത് ലിങ്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കാം. അപ്പൊ അതങ്ങനെ ഇത് വന്നതിൽ വലിയ സന്തോഷമുണ്ട്.
സൗണ്ട് കൂടുതലല്ലേ. എല്ലാവിധ ആശംസകളും AKCWയുടെ കേരള കാർപ്പൻ്റർ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും. ഈ പ്രസ്ഥാനം നമ്മുടെ ഈ പണതല പ്രദേശത്ത് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ വലിയൊരു പ്രസ്ഥാനമായി മാറാൻ എല്ലാവിധ ആശംസകളും. ഓക്കെ, ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും സഹകരിക്കുക. നമ്മുടെ പണതലത്ത് അമ്പലത്തിന് തൊട്ടിപ്പുറത്താണ്, അവിടെ സോമിനുണ്ട്. ആ സോമിന് തൊട്ടിപ്പുറത്താണ് ഈ പ്രസ്ഥാനം. ശ്രീലക്ഷ്മി വുഡ് വർക്ക് ആണ്ട് എല്ലാവർക്കും വുഡ് വർക്കിൻ്റെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, സഹായിക്കുക. ഷിനുവിനെ എല്ലാവരും ബന്ധപ്പെടുക. അദ്ദേഹം നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കും സന്നദ്ധ സഹചാരിയായിട്ട് എപ്പോഴും ഉണ്ടാവും. ഓക്കെ.